അപ്പോൾ നീ എൻ്റെ കാതിൽ പറഞ്ഞു, നിന്നെ ഞാൻ കൈവെടിയില്ല. കഴിഞ്ഞ ദിവസം ഏറെ വേദനിപ്പിച്ച ഒരു വാർത്ത കേട്ടു. വാർത്ത ഇതാണ്: ഒരമ്മ തൻ്റെ 3 വയസ്സുള്ള കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊന്നുകളഞ്ഞു. പോലീസിൻ്റെ പ്രൈമറി ഇൻവെസ്റ്റിഗേഷനിൽ ആ അമ്മ പറഞ്ഞത് ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും സങ്കടമുണ്ടാകാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞിനെ കൊന്നുകളഞ്ഞത്. ഒത്തിരി വേദന തോന്നി. നൊന്ത് പ്രസവിച്ചാൽ മാത്രമാണ് അമ്മയെന്ന് ഇനി മുതൽ ലോകം വ്യാഖ്യാനിക്കരുത്. നൊന്ത് പ്രസവിച്ചാൽ മാത്രമല്ല, ആ കുഞ്ഞിനെ നോവുന്നിടത്തോളം വളർത്തുന്നതും കൂടി അമ്മയാണെന്ന് ഇനി ഈ ഭൂമിയെ പഠിപ്പിക്കേണ്ട കാലമായിരിക്കുന്നു. കാരണം പൊക്കിൾ കൊടി ബന്ധത്തെക്കാളും ഇനിയൊരു ബന്ധം ഈ ഭൂമിയിലില്ല എന്ന് പണ്ട് മുതലേ കാലവും ലോകവും പഠിപ്പിച്ചിട്ട് ഇന്നും എന്തുകൊണ്ടാണ് ആ സ്നേഹം പോലും ഇന്ന് പൊള്ളയായി മാറുന്നത്? ഇങ്ങനെ സ്നേഹത്തിന് ഇനി മുതൽ പുതിയൊരു അർത്ഥം എന്ത് നൽകുമെന്ന് ചോദിച്ചാൽ, ആ സ്നേഹത്തിന് പുതിയതല്ല, പഴയ കാലം മുതലേ ഒരർത്ഥം നൽകിയത് ക്രിസ്തു തന്നെയാണ്. ഇത് സുവിശേഷത്തിൽ സ്നേഹത്തെക്കുറിച്ച് വാചാലനാകുന്ന ക്രിസ്തു വളരെ മനോഹരമായി പറയുന്നൊരു വാക്കുണ്ട്: സ്നേഹിതന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. സ്നേഹിതന് വേണ്ടി കൊന്നുകളയുന്നതല്ല, സ്നേഹിതന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. തന്നെ തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പിന്നീട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സ്നേഹം. അങ്ങനെയാണെങ്കിൽ സ്നേഹത്തിന് തന്നെ തന്നെ നഷ്ടപ്പെടുത്തുക എന്നും തന്നെ തന്നെ വേണ്ട എന്ന് വയ്ക്കുക എന്നും തൻ്റെ സ്വപ്നങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി കളയുക എന്നുകൂടി അർത്ഥമുണ്ടെന്ന് തോന്നുന്നു. ആദ്യം പറഞ്ഞ ഒരു സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരിക്കലും എല്ലാ അമ്മമാരും അങ്ങനെയാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ വളരെ ചുരുക്കം കഥകൾ മാത്രമാണ്. എത്രയോ അമ്മമാരാണ് ഈ ഭൂമിയിൽ സ്വന്തം സ്വപ്നങ്ങളെ നഷ്ടപ്പെടുത്തി മക്കളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്നത്? എത്രയോ അമ്മമാരാണ് ഈ ഭൂമിയിൽ സ്വന്തം ഇഷ്ടങ്ങളൊക്കെ വേണ്ട എന്ന് വെച്ച് മക്കളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി തന്നെ തന്നെ അടുക്കളയുടെ 4 ചുവരിനകത്ത് ജീവിതം ഇല്ലാതാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, സ്നേഹത്തിന് ഇന്നും ഈ ഭൂമിയിൽ വലിയ സാധ്യതയുണ്ട്. ഒരിക്കലും സ്നേഹം വറ്റിപ്പോയിട്ടില്ല. കുറേ മനുഷ്യരൊന്ന് സ്നേഹത്തിന് വേണ്ടി വല്ലാണ്ട് ഓടി നടക്കുന്നതായിട്ട് തോന്നാറുണ്ട്. തന്നെ തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട്, രക്തം വിയർപ്പ് തുള്ളിക്കൊണ്ട് ഓരോ ദിവസം അധ്വാനിക്കുന്ന അപ്പനും, ഒരടുക്കളയ്ക്കകത്ത് തൻ്റെ ജീവിതം ഹോമിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയും, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഓടി നടക്കുന്ന സഹോദരനും സഹോദരിയുമൊക്കെ ഈ ഭൂമിയുടെ വലിയ ജീവൻ ത്യജിക്കുന്ന ക്രിസ്തുവിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഒരു ചോദ്യം മാത്രമാണ് ഇന്നത്തെ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം: സ്നേഹത്തിന് വേണ്ടി നമ്മൾ എന്താണ് നഷ്ടമാക്കിയിട്ടുള്ളത്? ഈ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം കൊടുക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. സ്നേഹത്തിന് വേണ്ടി നമ്മൾ എന്താണ് നഷ്ടമാക്കിയിട്ടുള്ളത്? സ്നേഹം നമുക്ക് എന്ത് നൽകി എന്ന് ചോദിച്ചാൽ, സ്നേഹം നൽകാത്ത എന്താണെന്നൊരു ചോദ്യം തിരിച്ചു ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ജന്മം പോലും സ്നേഹത്തിൻ്റെ അടയാളമാണ്. അപ്പനും അമ്മയും സ്നേഹിച്ചതിൻ്റെ ഒരു പ്രതിരൂപമാണ് നമ്മളെന്ന് വ്യാഖ്യാനിച്ചാൽ അതിലെന്ത് തെറ്റാണുള്ളത്? ഇത്രത്തോളം വളർത്തി ഈ ഭൂമിയിൽ മനോഹരമായൊരു ജീവിതം സമ്മാനിച്ചത് അപ്പനും അമ്മയും പ്രകൃതിയും ബന്ധുക്കളും പ്രിയപ്പെട്ടവരും ഈ സഹചാരികളുമാണ് എന്ന് വ്യാഖ്യാനിച്ചാൽ അതിൽ തെറ്റില്ല. പക്ഷേ തിരിച്ച് ഈ സ്നേഹത്തിന് വേണ്ടി നമ്മളെന്ത് നൽകി എന്നൊരു ചോദ്യത്തിന് മുമ്പിൽ ഓരോരുത്തരും ഉത്തരം നൽകേണ്ടിയിരിക്കുന്നു. ഈ പ്രകൃതിക്ക് സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? ഈ കൂടെ ജീവിക്കുന്ന മനുഷ്യർക്ക് സ്നേഹത്തിന് വേണ്ടി നിങ്ങളെന്ത് ചെയ്തു? നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങളെന്ത് ചെയ്തു? ഓരോ മക്കളും ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അപ്പോഴും ചോദ്യം ബാക്കിയാണ്: എന്താണ് നിങ്ങളുടെ ലഹരി? നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയ അവരുടെ ജീവിത സ്വപ്നങ്ങളുടെയും കഥകളുടെയും മുമ്പിൽ നിങ്ങളുടെ ആ സ്നേഹമായിരിക്കണം ലഹരിയെന്ന് ക്രിസ്തു എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ അതിനുവേണ്ടി എന്തുമാത്രം നിങ്ങൾ ഓടുന്നുണ്ട്? ആ ഓടുന്ന ഓട്ടത്തിനിടയിൽ നിങ്ങളുടെ കാലുകളുടെ പാദങ്ങൾക്ക് വിള്ളലുകൾ സംഭവിക്കുന്നുണ്ടോ? ആ വിള്ളലുകൾ സംഭവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനടുത്താണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എന്നാശ്രയം. എല്ലാരും എന്നെ പിരിഞ്ഞപ്പോൾ, ആലംബമില്ലാതലഞ്ഞപ്പോൾ, ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ, നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ, നീ എൻ്റെ ആശ്വാസധാരയായി വന്നു.
കുറ്റം ചുമത്തി എൻ മനസ്സിൽ ഒരുപാടു വേദനയേകി. നൊമ്പരത്താൽ എൻ്റെ ഉള്ളം പുകഞ്ഞു, നീറും നിരാശയിൽ തേങ്ങി. അപ്പോൾ നീ എൻ്റെ കാതിൽ പറഞ്ഞു, നിന്നെ ഞാൻ കൈവെടിയില്ല. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എന്നാശ്രയം. നിൻ വചനങ്ങളെത്രയോ സത്യം, ഈ ലോകത്തിൻ മായാവിലാസങ്ങൾ വ്യർത്ഥം. ഞാൻ നിന്നോടു ചേരട്ടെ നാഥാ, നീയാണല്ലോ എന്നെ മറക്കാത്ത സ്നേഹം. തോരാത്ത കണ്ണീരുമായ്ക്കും യേശുവിൻ കുരിശോടു ചേർന്നു ഞാൻ നിന്നു. അപ്പോൾ അവൻ എന്നെ വാരിപ്പുണർന്നു, വാത്സല്യ ചുംബനമേകി. അപ്പോൾ അവൻ എന്നെ വാരിപ്പുണർന്നു, വാത്സല്യ ചുംബനമേകി. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എന്നാശ്രയം.